വാർത്തകൾ. വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ സത്യജിത് റായിയുടെ 115ാമത് ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം മാധ്യമപഠന കേന്ദ്രം സംഘടിപ്പിച്ച് സത്യജിത് റായ് സ്മൃതി സായാഹ്നം 2026 ഏപ്രിൽ 28-ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് TNG ഹാളിൽ നടന്ന സത്യജിത് റായ് സ്മൃതി സായാഹ്നത്തിൽ വെച്ചു കവിയും ഗാനരചയിതാവും കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാർ റായ് AS പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മുതിർന്ന ചലച്ചിത്ര നിരൂപകൻ MF തോമസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ചലച്ചിത്ര സെമിനാറിൽ മാധ്യമപഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ T. ഷിറാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സത്യജിത് റായ് സിനിമ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രമുഖ ആർക്കിടെക്റ്റും ചലച്ചിത്ര ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റുമായ പത്മശ്രീ ഡോക്ടർ G. ശങ്കർ സംസാരിച്ചു. ശ്രീ K. ജയകുമാർ സാർ, ഇന്ന് ബഹുമാനിതരാവുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ മറ്റൊരു സ്മൃതി സായാഹ്നത്തിൽ പങ്കെടുക്കുന്നുണ്ടതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോയത്. ഷാജി അങ്കറിൻ്റെ പേരിലുള്ള ഇന്ന് അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികമാണ്. ആ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആ ചടങ്ങിന് സ്വാഗതം പറയുന്നതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോയത്. അതും സമാന്തരമായിട്ട് നടന്നൊരു ചടങ്ങാണ്. ഞാൻ സ്വാഗതം പറഞ്ഞിട്ട് പിൻവാതിലിൽ കൂടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരു റോയിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു വരികയാണ്. അതിന് കാരണമുണ്ട്. നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മളോട് വിട പറഞ്ഞ രഘുറായി എന്ന് പറഞ്ഞ പ്രമുഖനായിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. രഘുറായിയുടെ ചിത്രങ്ങൾ ഞാൻ ബാല്യകാലത്ത്, എൻ്റെ തീക്ഷ്ണമായ യൗവനകാലത്ത് എന്നെ ഒട്ടേറെ സ്വാധീനിച്ചിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇലിസ്ട്രേറ്റീവ് വീക്കിലിയിൽ രഘുറായിയുടെ ഒരു ഫോട്ടോ എസ്സേ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയത്തെക്കുറിച്ചുള്ള കുറേ ചിത്രങ്ങളടങ്ങുന്ന ഒരു ഫോട്ടോ എസ്സേ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രീതീഷ് നന്ദിയായിരുന്നു ഇലിസ്ട്രേറ്റീവ് വീക്കിലിയുടെ എഡിറ്റർ. ഈ ഫോട്ടോ എസ്സേ അഗാധമായിട്ട് സ്പർശിച്ച കാലം ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ചിത്രം, ഒരു സീരീസ് ഓഫ് ചിത്രങ്ങൾ, അങ്ങനെയല്ലേ പറയുന്നത്, ഫോട്ടോ എസ്സേൻ്റെ, എന്നെ ഇപ്പോഴും ഞാൻ ആ പിന്നിയ കടലാസുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഓർക്കുന്നുണ്ട്. ബീഹാറിനടുത്ത് മക്ലോയിഡ് ഗഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. മക്ലോയിഡ് ഗഞ്ച് നമുക്ക് പരിചയമില്ലാത്ത പേരാണ്. ബീഹാറിലെ ഒരു കുഗ്രാമമാണ്. ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ബ്രിട്ടീഷ് കണ്ടോൺമെൻറ്റ് ഏരിയ ആയിരുന്നു ഈ മക്ലോയിഡ് ഗഞ്ച്. അവിടെ ഏറെ നാൾ തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇന്ത്യൻ വംശജരുടെ ഒരു സങ്കരവർഗം സൃഷ്ടിക്കുകയുണ്ടായി. അവിടുത്തെ സാധാരണ പാവപ്പെട്ട സ്ത്രീകളുമായിട്ട് ഇടപെടുകയും അവരുടെ മക്കൾ, ഭാഷയിൽ നമ്മൾ പറയുന്ന ജാരസന്തതികളെന്നാണ്, ഇങ്ങനെ ആണും പെണ്ണുമല്ലാത്ത രീതിയിൽ ഒരു പകുതി വെള്ളക്കാരൻ്റെ രക്തവും പകുതി പാവപ്പെട്ട ബീഹാർ രക്തവും കൂടെ കറന്നിട്ടുള്ള ഒരു കുറേ നീലക്കണ്ണുകളുള്ള, വെളുത്ത നിറമുള്ള, ഈ വെള്ള തലമുടിയുള്ള ഒരു വംശത്തെ സൃഷ്ടിക്കുകയുണ്ടായി. ആ വംശം ഇപ്പം വയസ്സായിക്കൊണ്ടിരിക്കുന്നു. 1980കളുടെ കഥയാണ്. അവരൊന്നും ഇപ്പം കാണില്ല. അപ്പോൾ മക്ലോയിഡ് ഗഞ്ചിൻ്റെ ഈ തെരുവീതികൾ അവരൊറ്റപ്പെട്ട് ജീവിക്കുന്ന ചില കഥാചിത്രങ്ങൾ രഘുറായ് എടുത്തിരുന്നു. ആ ചിത്രങ്ങളെല്ലാം നിറങ്ങളുള്ള ചിത്രങ്ങളായിരുന്നില്ല, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു. നമ്മുടെ സത്യജിത്രയുടെ സിനിമകളെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ. അന്നാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഭാഗത്തിൽ ആദ്യമായിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ ശക്തിയും ഗരിമയും മനസ്സിലാക്കുന്നത് രഘുറായിയുടെ ചിത്രങ്ങൾ. അവ അഗാധമായിട്ടുള്ള നമ്മളെ വേദനിപ്പിച്ചിരുന്നു എന്ന്. കാരണം ഒരു വാതിൽക്കലിരിക്കുന്ന ഒരാളുടെ മുഖചിത്രം കാണുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരൊറ്റ ഷോട്ടിലൂടെ, ഒരു കണ്ണിലെ കൃഷ്ണമണിയിലെ ഒരു തിളക്കത്തിലൂടെ, അദ്ദേഹത്തിന് മറന്നുപോയ ചിരിയുടെ ഒരു ഒരു കോട്ടലിലൂടെ ഒക്കെ കാണിച്ചു തന്നത് രഘുറായിയാണ്. രഘുറായിയെ ഓർക്കാൻ കാരണം, രഘുറായിയെക്കാളും ഒരുപക്ഷെ ദൃശ്യഭാഷയിൽ നമുക്ക് മാസ്മരിക ശക്തി എന്ന് പറയുന്നത് സാധാരണ TS എലിയട്ട് പറഞ്ഞ പോലെ
ബിറ്റ്വീൻ ദി കപ്പ് ആൻഡ് ദി ലിപ് ദി ഷാഡോ ഫോൾസ് എന്ന് പറയുന്നത് പോലെ ഒരു വെള്ളയ്ക്കും കറുപ്പിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ അതിനെ പറയുന്നത്, ഞങ്ങളുടെ വാസ്തുശില്പിയിൽ പറയുന്നത് ട്രാൻസിഷൻ ഏരിയ എന്നുള്ളതാണ്. ഗ്രാമങ്ങൾക്കും നഗരങ്ങൾക്കും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഏരിയയിലെ കഥാപാത്രങ്ങൾ അവരാണ് നമ്മുടെ സത്യജിത്രയുടെ സിനിമയിലൂടെ ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിനകത്ത് ജീവിക്കുന്നത്. സത്യജിത്രയുടെ ഞാൻ പണ്ട് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, ഇവിടെ ഇടതുപക്ഷ ഒരു സാംസ്കാരിക പ്രസ്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പണ്ട് ശ്രീ ഗോവിന്ദപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ മാസ് ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചിത്രലേഖ ഉണ്ടായിരുന്നു, ചലച്ചിത്രയുടെ ബീജാപാപം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞുണ്ടായിരുന്ന ഒരു ജനകീയ സിനിമ പ്രസ്ഥാനമായിരുന്നു ഈ മാസ് ഫിലിം സൊസൈറ്റി. അവർ കൽപ്പന തിയേറ്ററിൽ വെച്ച് അന്ന് എനിക്ക് 14-15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫത്തേർ പാഞ്ചാലി കാണുന്നത്. ഫത്തേർ പാഞ്ചാലി മാത്രമല്ല, അവതാർ കടലുണ്ട്, 27 ടൗൺ ഉൾപ്പെടെയുള്ള കുമാർ സാഹിനിയുടെ മായാദർപ്പണം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സിനിമ ചരിത്രത്തെ മുഴുവൻ രേഖപ്പെടുത്തി അടയാളപ്പെടുത്തിയ ഒട്ടേറെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ അന്ന് കാണുവാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. പിന്നീട് ജീവിതത്തിൻ്റെ പല കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ 37 സിനിമകളും കണ്ട ഒരാളാണ് ഞാൻ. 37 സിനിമകളിൽ പകുതി സിനിമയെങ്കിലും പലതവണ കണ്ടിട്ടുള്ള ഒരാളാണ്. അതിന് ഒരുപാട് കാരണമുണ്ട്. വാസ്തുശില്പി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ സത്യജിത്രയുടെ സിനിമയെ ഞങ്ങൾ ആർക്കിടെക്ചർ ചില മാനകങ്ങളുണ്ട്. മാനകങ്ങൾ അടയാളപ്പെടുത്തുന്ന മാനകങ്ങളുണ്ട്. വെളിച്ചത്തിൻ്റെ നിഴലിനെ പോലെ തന്നെ അടയാളപ്പെടുത്തുന്ന ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സമ്മാനിതരാകുന്ന ശ്രീ സൂര്യകൃഷ്ണമൂർത്തി, ശ്രീ ജയരാജൻ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ മാനകങ്ങൾ വാസ്തുശില്പത്തിലുണ്ട്. ഞങ്ങളതിനെ പല രീതിയിൽ ഉദാഹരിക്കും. അതായത് കോൺട്രാസ്റ്റ്, സിമെട്രി, പ്രൊപ്പോർഷൻ, സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് താളലയങ്ങൾ പോലെ ഈ വാസ്തുശില്പത്തിനോട് ആ മാനകങ്ങൾ ഉദാഹരിക്കും. ഈ സത്യജിത്രയുടെ ഈ സിനിമയെ ഒരുപക്ഷെ എൻ്റെ മനസ്സിനോട് അടുപ്പിക്കുന്ന ഒരു കാര്യം ആ സിനിമയുടെ അത്തരമുള്ള വ്യാകരണം കൊണ്ടാണ്. ഞാൻ സിനിമയുടെ മറ്റു സാങ്കേതിക ഭാഷ പഠിക്കാത്ത ഒരാളാണ്. കാണുന്ന ഒരു കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയുടെ ഒരു വ്യാകരണമുണ്ട്. ആ കാഴ്ചയുടെ വ്യാകരണത്തിനകത്ത് ആണ് കഥാപാത്രങ്ങൾ വരുന്നത്. അതിന് ഇത്ര ശക്തമായിട്ട് നിഴലിൻ്റെ സാന്നിധ്യം, ഏകാന്തത എങ്ങനെയാണ് ഒരു സന്നിവേശിപ്പിക്കുന്നത്, ഒരു മനസ്സിൻ്റെ പ്രേക്ഷകൻ്റെ മനസ്സിനകത്ത് ഇത്ര മനോഹരമായിട്ട് ഒരു ജനാലയുടെ ഒരു ശൂന്യമായ മുറിയിലൂടെ ഒരു പകുതി തുറക്കാത്ത ജനാലയ്ക്കപ്പുറം ഏകാന്തമായിട്ട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയിലൂടെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ മാനവങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് രൂപാന്തരപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യേക ഉദാഹരണങ്ങൾ ശ്രീ സത്യജിത്രയുടെ സിനിമകളാണെന്ന് നമുക്കറിയാം. ആദ്യം തൊട്ട് അവസാനം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പറയാതിരിക്കാനൊക്കെ. 1974 തോന്നുന്നത് ചന്ദ്രശേഖർ എന്നോട്, അത് വർഷം തെറ്റാണോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്വയംവരം ഈ നമ്മുടെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയത് സത്യജിത്രയുടെ അശ്വിനി സംഗീതം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സത്യജിത്രയെ കളറിലെടുത്തിട്ട്, അതുവരെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. 1974 വരെയുള്ള എല്ലാ സിനിമകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. 1973 ഇതിനകത്ത് രണ്ടാമത്തെ സ്ഥാനം ആണ് സത്യജിത്രയുടെ സിനിമയ്ക്ക്. ഇപ്പം നമ്മുടെ അടൂർ സിനിമയ്ക്ക് ഈ സ്വയംവരം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, കളറിലെങ്ങനെ ബംഗാളി അതുവരെയുള്ള എല്ലാ സിനിമകളിലും സത്യജിത്രയുടെ സിനിമകളിൽ ബംഗാളിൻ്റെ ഗ്രാമീണ ജീവിതം, ബംഗാളിൻ്റെ നാഗരിക ജീവിതം, അതിൻ്റെ പല തലങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ സത്യജിത്രയുടെ എല്ലാ സിനിമകളിലും. ഇദ്ദേഹം ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ചാരുലതയിലാണെങ്കിലും മഹാനഗരത്തിലാണെങ്കിലും നായിക്കിലാണെങ്കിലും അതിൽ ആദ്യത്തെ അപ്പു ട്രിലോജി ഉള്ള സിനിമകൾ എല്ലാം തന്നെ കാണുന്നത് ഈ കൽക്കട്ടയുടെ പരിസരങ്ങളും അതിനപ്പുറത്തെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ജീവിത തുടിപ്പുകളാണ്. എനിക്കിതിൽ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അടൂർ കുമാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ സ്വയംവരം എന്ന് പറയുന്നത് പോലെ, അരവിന്ദേട്ടൻ്റെ ഏറ്റവും നല്ല സിനിമ എന്നെ സംബന്ധിച്ചോളം ഉത്തരായനം എന്ന് പറയുന്നത് പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം അദ്ദേഹം എടുത്ത ആദ്യം ചാരുലതയ്ക്കും ഒരുപക്ഷെ മഹാനഗരമൊക്കെ എനിക്ക് ഒരു വാസ്തുശില്പിയുള്ള ഇഷ്ടപ്പെടാനായിട്ട് മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. ഈ നഗരവൽക്കരണത്തിൻ്റെ തീവ്രത എന്നിൽ ആദ്യമായിട്ട് സന്നിവേശിപ്പിച്ചത് മഹാനഗർ എന്ന് പറഞ്ഞ അതേ ചലച്ചിത്രമാണ്. ഈ ചാരുലത എന്ന സിനിമയിൽ നേരത്തെ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു നാഗരിക ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സ്ത്രീയുടെ വീർപ്പുമുട്ടലും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും. അന്ന് നമുക്ക് ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ പദപ്രയോഗമാണ്. അന്നൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ചാരുലത നടത്തുന്നത്. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. നഗരജീവിതവുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന
ഒരു ഗ്രാമീണ യുവതിയുടെ സ്വാതന്ത്ര്യ ഈ ഒരു പ്രഖ്യാപനമാണ് ചാരുലത എന്നത്. മഹാനഗരത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രമായ നഗരവൽക്കരണത്തിന്റെ എല്ലാ തലങ്ങളും അന്ന് 1960-കളിലും 70-കളിലും ഒക്കെ സത്യത്തിൽ മനോഹരമായിട്ട് വരച്ചിരുന്നു എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു സമയമാണ്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം നായകൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പൊട്ടിപ്പോകുന്ന ഈ കുമളുകൾ പോലെ പൊട്ടിപ്പോകുന്ന ഈ പ്രിട്ടൻഷൻസിന്റെയും ഈഗോസിന്റെയും ഒരു നായകന്റെ പ്രതിച്ഛായകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഒരു നല്ല ഒരു ചിത്രീകരണമാണ് നായകൻ എന്ന സിനിമ. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ സിനിമകളാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രിയപ്പെട്ടത്. അത് 3 സിനിമകൾ നിരന്തരമായിട്ടുള്ള ടീമിന്റെ അതിനകത്ത് എത്ര സത്യത്രയുടെ സിനിമകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നില്ല, നമ്മളെ കരയിപ്പിക്കുകയൊന്നുമില്ല. പക്ഷേ ഒരു വേദന നിർത്തിക്കൊണ്ടാണ്, ഒരു വിങ്ങൽ മനസ്സിലാക്കി നിർത്തിക്കൊണ്ടാണ് എല്ലാ സിനിമകളും അവസാനിക്കുന്നത്. ഫതേർ പാഞ്ചാലി ആണെങ്കിലും ആഹ്ലാദമുണ്ട്, ആഹ്ലാദത്തിന് ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഒരു കുട്ടിക്കാലത്തിലെ ആഹ്ലാദം എത്ര മനോഹരമായിട്ടാണ് അതിനകത്ത് ഫതേർ പാഞ്ചാലിയിൽ കാണിക്കുന്നത്. ഒരു ട്രെയിൻ വരുമ്പോൾ ഉള്ള ഒരു കുട്ടികളുടെ അപ്പുവിൻ്റെയും ദുർഗയുടെയും കുഞ്ഞൻ അപ്പുവിനെയും നമുക്ക് പെൺകുട്ടി നമ്മൾ മകളെ പോലെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ദുർഗ എന്ന പെൺകുട്ടിയുടെയും ആഹ്ലാദം, മഴവെള്ളത്തിൽ കളിക്കുമ്പോഴുള്ള ആഹ്ലാദം 1955, 56, 57 കാലഘട്ടത്തിൽ എടുത്ത സിനിമയാണ്. ആ സിനിമ എടുക്കാനുള്ള യാതനകളെല്ലാം മാനിക്കാൻ ഐ എന്ന് പറഞ്ഞിട്ടുള്ള സത്യത്രയുടെ ഭാര്യ വിജയ എഴുതിയ ആത്മകഥയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ സിനിമ ഉണ്ടാക്കി. 1955 ഈ സിനിമ ഉണ്ടാക്കിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുപാട് യാതനകളുടെ ഏകാന്ത നിർഭരമായിട്ടുള്ള ഒരുപാട് വർഷങ്ങളുടെ യാതന, തയ്യാറെടുപ്പിന്റെ യാതനയിലൂടെയാണ് ഫതേർ പാഞ്ചാലി വന്നത്. ഈ സിനിമകളൊക്കെ നമുക്ക് പ്രിയങ്കരമാവുന്ന മറ്റൊരു കാര്യം കൊണ്ടാണ് നമ്മുടെ ഈ കൾച്ചറൽ റൂട്ടഡ്നെസ് എന്ന് പറയും. നമുക്ക് സാംസ്കാരികമായിട്ട് വേരോടിയ, നമുക്ക് ഒരുപക്ഷെ ബംഗാൾ നമുക്ക് പരിചയമില്ലെങ്കിലും നമുക്ക് പല സാമ്യങ്ങളുണ്ട്, കേരളവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അപ്പം അത്തരം പരിചിതമായ ഒരു ഭൂമിയും കൂടെയാണ്. ഏകാന്തതയ്ക്കും വേദനയ്ക്കൊന്നും റീജിയണൽ കളേഴ്സോ റീജിയണൽ ഡയമെൻഷൻസോ ഒന്നും, അതൊക്കെ നമ്മുടെയും കൂടെ ആണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ അപ്പവും ദുർഗയിലും കൂടെ വളർന്നു വരുന്ന ഒരു ഇതിനകത്ത് അവസാനം ഗതികെട്ട ഹരിഹർ റോയ് എന്ന് പറയുന്ന ഒരാൾ നഗരത്തിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് അവന്റെ കളിക്കൂട്ട് അപ്പുവിന്റെ കളിക്കൂട്ട് അപ്പുവാണ് ഈ 3 സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. അതായത് അപ്പുവിന്റെ കളിക്കൂട്ടി അപ്പുവിനെ വിസ്മയങ്ങളുടെ ലോകത്തിലേക്ക് നയിച്ച കളിക്കൂട്ടുകാരിയാണ്, സഹോദരിയായിരുന്നു ദുർഗ മരണപ്പെടുകയാണ്. ദുർഗയുടെ മരണശേഷം ആണ് 2ാമത്തെ സിനിമ ആരംഭിക്കുന്നത്. അപ്പു ട്രിലോജിയിൽ 2ാമത്തെ സിനിമ ആരംഭിക്കുന്നത്. രണ്ടാമത്തെ സിനിമ ആരംഭിക്കുക എങ്ങനെയാണ്? അപ്പു മിടുക്കനായി പഠിക്കുന്നു. അമ്മയുടെ പിന്നെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമേറിയ ഒരു ചിത്രീകരണമാണ് 2ാമത്തെ സിനിമ. ആ ആഴമേറിയ ചിത്രീകരണത്തിൽ നമ്മൾ കാണുന്നത് ഒരു സംഘർഷമാണ്. നഗരത്തിലേക്ക് മിടുക്കനായിട്ട് അവൻ പോകുന്നു, പക്ഷേ അമ്മ ഈ ഗ്രാമപ്രദേശത്തിൽ ഒറ്റപ്പെടുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രീകരണത്തിൽ എത്ര മനോഹരമായിട്ടാണ്, എത്ര ഗാഢമായിട്ടാണ് നമ്മളെ അനുഭവിപ്പിച്ച് എന്ന് 2ാമത്തെ അപ്പു ട്രിലോജിയിലെ 2ാം സിനിമകളോട് പറയുന്നത്. അപ്പൂർ സെൻസാർ എന്ന് പറയുന്നത് 3ാം സിനിമ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അമ്മ മരണപ്പെടുകയാണ്, അച്ഛൻ മരണപ്പെടുകയാണ്. അച്ഛനും ഹരിഹർ റോയ് മരണപ്പെട്ടു എന്ന് എനിക്കറിയില്ല, പുരോഹിതൻ മരണപ്പെട്ടു. അമ്മ എന്ന് പറയുന്നത് സത്യത്രയുടെ സിനിമയിൽ ഈ അപ്പു ശ്രീലോയിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് അമ്മ. അമ്മയിലൂടെയാണ് ഈ നമ്മൾ ദുർഗയുടെയും അപ്പുവിൻ്റെയും ജീവിതം കാണുന്ന അമ്മയിലൂടെയാണ്. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് 2 മരണവും കഴിഞ്ഞിട്ട്, ഈ ദുർഗയുടെ മരണവും കഴിഞ്ഞിട്ട് അപ്പു നഗരത്തിലേക്ക് ചേക്കേറുന്നതാണ് 3ാമത്തെ ചലച്ചിത്രം, അപ്പൂർ സെൻസാറിന്റെ ചലച്ചിത്രം. അവിടെ ഒരു നഗരത്തിലേക്ക് എഴുത്തുകാരനായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന, സ്വപ്നങ്ങൾ പിന്തുടരുന്ന ഒരു യുക്തനായിട്ടുള്ള യുവാവിൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു കല്യാണ പന്തലിൽ വെച്ചിട്ട് ഭർത്താവ് യോഗ്യനല്ല എന്ന് കണ്ടുപിടിക്കുകയും മാനസിക അസ്വസ്ഥയുണ്ട ഒരാളെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കല്യാണം കഴിക്കുകയും വരുന്ന ഈ അപ്പു ആ പെൺകുട്ടിയുടെ പിന്നീടാണ് അനുരാഗത്തിലാവുന്നത്. വളരെ നനുത്ത ചില പദസ്വരം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നനുത്ത ശബ്ദത്തിലാണ് ആ പ്രണയത്തിൻ്റെ വളർച്ച സത്യത്രയുടെ സിനിമയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയുമായിട്ട് ഗാഠമായിട്ട് ശ്രവണ ടാഗോർ അവതരിപ്പിച്ച പെൺകുട്ടിയായിട്ട് ഗാഠമായ അപർണ എന്ന പേരുള്ള കഥാപാത്രം പെൺകുട്ടിയുടെ ഗാഠമായ അനുരാഗത്തിലാവുന്നു. പക്ഷേ വീണ്ടും ദൗർഭാഗ്യം അപ്പുവിനെ പിന്തുടരുകയാണ്. അപ്പുവിനെ പിന്തുടരുന്ന എങ്ങനെയാണ്? ആ പെൺകുട്ടി മരിച്ചു പോവുകയാണ്, പ്രസവ സമയത്ത് മരിച്ചു പോവുകയാണ്. കാജൽ എന്നൊരു കുട്ടി അവശേഷിപ്പിച്ച് മരിച്ചു പോകണം. കാജൽ പിൽക്കാലത്താണ് അച്ഛനെ തിരിച്ചറിയുന്നില്ല.
ഈ പഴയ നമ്മുടെ ഈ ഒഡീസിയസിന്റെ കഥ പറയുന്ന പോലെ വിജയങ്ങളുടെയൊക്കെ അവസാനം തിരിച്ചു പോകുമ്പോൾ സ്വന്തം ഭാര്യ പോലും തിരിച്ചറിയാനൊക്കാത്തൊരു സാഹചര്യം പോലെ മകനിലേക്ക് തിരിച്ചു പോകുമ്പോൾ മകൻ തിരിച്ചറിയുന്നില്ല, ഈ കാജലിനെ തിരിച്ചറിയുന്നില്ല. എന്നിട്ട് മറ്റൊരു രീതിയിലാണ് കാജലിനെ സമീപിക്കുന്നത്. സുഹൃത്ത് എന്നുള്ള രീതിയിൽ, പിതാവ് എന്നുള്ള രീതിയിലല്ല, സുഹൃത്ത് എന്നുള്ള രീതിയിൽ കാജലിനെ സമീപിക്കുകയും അങ്ങനെ കാജലിൻ്റെ ഇതിലൂടെ മറ്റൊരു ഇതിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്താണ് മരണം, തോൽവി, ഏകാന്തത, വേദന, കണ്ണുനീര്, ഇങ്ങനത്തെ ഒരു ഭൂമിയിൽ കൂടെയാണ് ഈ സഞ്ചാരം. പക്ഷെ അതിൽ അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. കാജലും ഇയാളും കൂടെ നഗരജീവിതത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു യാത്രയ്ക്ക്, അതാണ് നമുക്ക് യാത്രയിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ നമ്മളുടെ വേദനയെക്കാളും ആത്മനിർഭരമായിട്ടുള്ള ഒരു പ്രതീക്ഷയിലേക്കാണ് സത്യജിത്രയുടെ സിനിമ നിർവഹിക്കുന്നത്. ഇതല്ല സത്യജിത്രയുടെ ഒരു കഥാസാരങ്ങൾ, ഇത്തരം ഈ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളൊന്നും അല്ല ഒരുപക്ഷെ സത്യജിത്രയുടെ സിനിമകളെ ഒരുപക്ഷെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രകാരൻ എന്നുള്ള രീതിയിൽ, അദ്ദേഹത്തിൻ്റെ കലാകാരൻ എന്നുള്ള രീതിയിൽ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അദ്ദേഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന മൂല്യങ്ങൾ, അത് വിഭൂതിഭൂഷൻ്റെ ഒരു 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 കൃതി സാഹിത്യത്തിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടും. നമ്മളിപ്പോഴും പരാജയപ്പെടുന്ന അത്തരം കാര്യങ്ങളിലാണ്. ഇത്രയും പ്രസിദ്ധമായിട്ടൊരു കൃതി സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് ടാഗോറിൻ്റെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കഥാപാത്രം ചാരുലതയെ സാഹിത്യ രൂപത്തിൽ നിന്ന് ചലച്ചിത്ര ദൃശ്യഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില അപജയങ്ങൾ നമുക്ക് വളരെ പരിചയമുണ്ട്. പക്ഷെ അത് അപജയങ്ങളിൽ നിന്നൊക്കെ മാറി സത്യജിത്രയെ ഒരു പുതിയ ചലച്ചിത്ര ഭാഷ്യമുണ്ടാക്കി എന്ന് നമ്മൾ തിരിച്ചറിയണം. സത്യജിത്രയുടെ അവസാനകാല സിനിമകൾ, ഗോപികായൻ, പാകഭായത്തൊക്കെ സിനിമകൾ തീർത്തും വ്യത്യസ്തമായ ഒരു ഭൂമിയിലാണ് ആ സഞ്ചരിക്കുന്നത്. പക്ഷേ കുട്ടികളെ തന്നെ ഹരം പഠിപ്പിക്കുന്ന രീതിയിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടാണ് സത്യജിത്രയുടെ ചലച്ചിത്ര ജീവിതം. അപ്പോൾ എന്ത് മാറുന്ന കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ ഒപ്പിയെടുക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള, നിസ്തുലമായിട്ടുള്ള, അതുല്യമായ കഴിവുകൾ നമ്മൾ ഓർത്തെടുക്കുന്ന ഒരവസരം കൂടെയാണ്. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയെ ഇന്ത്യൻ സിനിമയെ ഓസ്കാർ കിട്ടി അത് ആദരിച്ചു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം ഇന്ത്യൻ സിനിമയെ കൾച്ചറൽ റൂട്ടിന്, സാംസ്കാരിക തനിമയിലേക്ക് അദ്ദേഹം മാറ്റി നട്ടു. നമ്മുടെ ഈ സെറ്റിൻ്റെയും ആ ഒരു വർണ്ണ ചവിടിപ്പിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ് ഒരുപക്ഷെ സത്യജിത്രയുടെ നമ്മൾ ഓർക്കേണ്ട കാര്യം. ഇന്ത്യൻ റിയാലിറ്റി, നമ്മുടെ ഇന്ത്യ എപ്പോഴും ആത്മനിർഭരമായ ഇന്ത്യയെ പറ്റിയാണ് ഇന്ത്യ ഇപ്പോഴും സ്വപ്നം കാണുന്നത്. ആത്മനിർഭരമായ ഇന്ത്യ എന്നുള്ളത് സത്യമാണ്. നഗരവൽക്കരണത്തിനെ നമുക്ക് ശക്തിയായിട്ട് എങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെ നേരിടുന്നു എന്നുള്ളത്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന, ദാരിദ്ര്യം ഒരു കാറ്റലിസ്റ്റാണ്, ഒരു പ്രശ്നമല്ല. അതിന് പക്ഷേ ഉന്നതിയിലേക്ക് നമ്മൾ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ഭാഷയിൽ പറയും. പോവർട്ടി കനോട്ട് ബി ലുക്ക് ഡൗൺ, ഇറ്റ് ക്യാൻ ബി കാറ്റലിസ്റ്റ്, ഇറ്റ് ക്യാൻ പ്രൊപ്പൽ പീപ്പിൾ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സത്യജിത്ര അന്ന് 1950-ലും 60-ലും ചിന്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം. അപ്പോൾ വളരെ ദരിദ്രമായ കുടുംബത്തിൽ നിന്നാണ് മറ്റൊരു നഗരവൽക്കരണത്തിൻ്റെ മിടുക്കനായ വിദ്യാർത്ഥിയായിട്ട് കൽക്കട്ടയിൽ പോവുകയും അങ്ങനെ വളരുവാൻ കൊതിക്കുന്ന ഒരു ഇന്ത്യയുടെ പ്രതിച്ഛായ, കൾച്ചറൽ റൂട്ടഡ്നെസ് എന്ന് പറയും, സാംസ്കാരിക തനിമയിൽ വേരുകൾ ഉറപ്പിച്ചുള്ള, സ്വത്വത്തിൽ വേരുകൾ ഉറപ്പിച്ചിട്ടുള്ള, നമ്മുടെ സാംസ്കാരിക തനിമയിൽ വേരുകൾ ഉറപ്പിച്ചിട്ടുള്ള, ബംഗാളിൻ്റെ ഉൾത്തൊടിപ്പുകൾ മുഴുവൻ സ്വാംശീകരിച്ച സിനിമകളുടെ ഭാഷ്യങ്ങൾ ഈ വളരെ ഇന്ത്യൻ സിനിമയ്ക്കുള്ളത് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ സത്യജിത്രയാണെന്ന് ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ഈ സ്മൃതി പങ്കെടുത്തതിലുള്ള അനുഭവ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.